കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങണം എന്ന് ഓതിത്തന്ന വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അറിവിൻ്റെ ദേവതയായ ശാരദാമ്മയുടെ മുമ്പിൽ പ്രണമിക്കുന്നു. നമ്മുടെ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയുടെ മുഖ്യ കോർഡിനേറ്റർ സ്നേഹാദരനായിട്ടുള്ള അനിൽജി അവർകൾ, ബഹുമാനരായിട്ടുള്ള അഡ്മിൻസ്, പ്രിയമുള്ള ഗുരുഭക്തരെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയമുള്ളവരെ, ഇത് കർക്കിടക മാസമാണ് എന്ന് നമുക്കറിയാം. കർക്കിടകം 1 മുതൽ ആരംഭിച്ചിരിക്കുന്ന ആത്മോപദേശ ശതക മന്ത്രങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗഭാക്കാകുവാൻ ഒരു അവസരം ലഭിച്ചതിന് നമ്മുടെ അനിൽജിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആത്മോപദേശ ശതകം എന്നാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആത്മാവിനെ സംബന്ധിക്കുന്ന പഠനമാണ് എന്ന് നമുക്കറിയാം. എന്തിനാണ് നാം ആത്മാവിനെ പഠിക്കുന്നത്? അതായത് നമ്മുടെ തന്നെ ബുദ്ധിയോടും ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ഉപദേശിക്കുന്നതാണ്, തൻ്റെ തന്നെ ആത്മാവ് ഉപദേശിക്കുന്നതാണ് ആത്മോപദേശം എന്ന് പറയുന്നത്. അത് ഓരോ മന്ത്രങ്ങളിലൂടെ ഗുരു നമുക്ക് കാട്ടിത്തരുന്നു. എന്തുകൊണ്ടാണ് ഇത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാൻ ആരാണ് എന്നുള്ള ഉറച്ച ബോധ്യം നമ്മൾക്ക് ഉണ്ടാകുവാനും അങ്ങനെ നമ്മൾ എന്ന ഈ ജീവിതം, ഈ യാത്ര ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുന്നതിനായിട്ട് ഗുരു ഉപദേശിച്ചു നൽകുന്ന മന്ത്രങ്ങളാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 100 ആളുകൾ 100 മന്ത്രങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെ ഓരോ മന്ത്രങ്ങളിലൂടെയും നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സ് പരിശുദ്ധമാവുകയും അങ്ങനെ മനസ്സിലെ ആ ഒരു തെളിച്ചം അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും ആ പ്രകാശകിരണങ്ങൾ അവരുടെ മുഖത്തും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ആത്മോപദേശ ശതകത്തിൻ്റെ 19ാമത് മന്ത്രത്തെക്കുറിച്ചാണ് നമുക്കിവിടെ സംസാരിക്കേണ്ടത്. ഈ ഒരു മന്ത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ ഗുരു പറഞ്ഞു തരികയാണ്: അടിമുടി അറ്റമതുണ്ടി തുണ്ടതുണ്ട നടിയിടുമാദിമ സത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ എന്നുള്ള വരികളാണ്. ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞു തരികയാണ്, ചുവടുണ്ട്, അടിയുണ്ട്, അതുണ്ട് എന്നിങ്ങനെ വിഭജിച്ച് മനസ്സിലാക്കുന്നതെല്ലാം ആദിമസത്ത, ആത്മചൈതന്യം തന്നെയാണ്. ഈ കാണുന്ന ജഡവസ്തുക്കളെല്ലാം അനിത്യമായിട്ടുള്ളതാണ്. സമുദ്രത്തിൽ ഉണ്ടാകുന്ന തിരമാലകൾ സമുദ്രജലത്തിൽ നിന്ന് ഭിന്നമാകുമോ എന്നാണ് ഗുരു ഇവിടെ നമ്മോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതായത് എല്ലാം ഉണ്ട്, അടിയുണ്ട്, മുടിയുണ്ട്, അറ്റമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ നമ്മൾ വിഭജിച്ച് അറിയുന്ന എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആദിമ സത്ത എന്ന് പറയുന്നത് അത് ആത്മചൈതന്യം തന്നെയാണ് എന്ന് ഗുരു നമ്മോട് പറഞ്ഞു തരികയാണ്, ഓതിത്തരികയാണ്. അതുപോലെ പറയുന്നു, ഈ കാണുന്ന ജഡവസ്തുക്കളെല്ലാം അത് അനിത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിത്യമായിട്ടുള്ള ഒന്നല്ല. എന്നിട്ട് ഗുരു കൂട്ടിച്ചേർക്കുന്ന വാക്കുണ്ട്, അതായത് സമുദ്രത്തിൽ നിന്ന് ജലം, അതായത് ജലതരംഗങ്ങൾ എന്ന് പറയുന്നത് അത് സമുദ്രത്തിൽ നിന്ന് ഭിന്നമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, അത് ജലത്തിൻ്റെ തന്നെ അംശമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാമല്ലേ? ജലത്തിൻ്റെ അംശം തന്നെയാണ് തിരമാലകൾ. ഓരോ തുള്ളി ജലവും ചേർന്നാണ് മഹാസാഗരമായിട്ട് മാറുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ജീവിതം എന്ന മഹാസാഗരത്തിലെ ഒരു തുള്ളിയാണ് നാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന്, അതായത് ഈ ആദിമ ചൈതന്യത്തിൽ നിന്ന് ഒന്നും തന്നെ
ഭിന്നമായിട്ടിരിക്കുന്നില്ല, എല്ലാം ഒന്നാണ് എന്നാണ് ഗുരു ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എണ്ണി എണ്ണി വേർതിരിച്ചറിയുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഇരിക്കുന്നത് എന്താണ്? ആദിമ ചൈതന്യം തന്നെയാണ്. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് അതൊരു ജഡവസ്തുവാണ്, അത് നശിച്ചു പോകുന്നതാണ്, അത് നശ്വരമാണെന്ന് നമുക്കറിയാം. അതൊരിക്കലും അനശ്വരമല്ല അല്ലെ. പക്ഷെ അതിലിരിക്കുന്നത് എന്താണ്? അതിലിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്, ആ ആത്മ ചൈതന്യം എന്ന് പറയുന്നത്, അത് അനശ്വരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഗുരു നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ആദ്യ മന്ത്രത്തിലൂടെ ഗുരു അത് നമുക്ക് പകർന്ന് നൽകുന്നുണ്ടല്ലേ. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കണമെന്ന് പറയുന്നുണ്ട്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മചൈതന്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ആത്മചൈതന്യത്തെ അന്വേഷിച്ച് നമ്മളിങ്ങനെ നെട്ടോട്ടമോടുകയാണല്ലേ. എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതം ഒന്ന് സ്വസ്ഥമാകുന്നതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ പഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് എവിടെയാണ് ഇരിക്കുന്നത്? അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആ ആത്മചൈതന്യം അത് പ്രകാശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, എൻ്റെ അടുത്തേക്ക് ഒരു അമ്മ വന്നു. ആ അമ്മ എന്നോട് പറയുകയാണ്, ഞാൻ മടുത്തു. പിന്നീട് ഒരു മോള് വന്നു. മോള് പറഞ്ഞു, ഞാൻ മടുത്തു. പിന്നീട് മോൻ വന്നു. മോനും പറഞ്ഞു, ഞാൻ മടുത്തു. അവർക്ക് ഈ ജീവിതം മടുത്തു എന്നുള്ളൊരു വാക്കാണ് അവർ മൂവരും പറഞ്ഞത്. ഒരു കുടുംബത്തിലെ 3 കണ്ണികളാണ് അവര്. അപ്പോൾ അവർ മടുത്തു എന്ന് പറയണമെങ്കിൽ അവർ പരസ്പരം പഴിചാരുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കണമല്ലേ, അവിടെ ആത്മോപദേശ ശതകത്തിന്റെ വരികൾ ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് അല്പമെങ്കിലും ഒന്ന് വന്നിരുന്നു എങ്കിൽ അവിടം പ്രകാശപൂരിതമാകണമേ ആയിരുന്നേനെ. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്? ഇരുട്ടിലാണ്ട് കിടക്കുകയാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ജീവിതം മടുത്തു എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അല്പമെങ്കിലും ആത്മീയമായിട്ടുള്ള അറിവുകളെ, ഗുരുവിൻ്റെ വചനങ്ങളെ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആരോടും പരാതിയും പരിഭവങ്ങളും പറയുവാൻ സാധിക്കാതെ വരിക. നമ്മുടെ കുടുംബം ഏറ്റവും സന്തുഷ്ടമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ശേഷിച്ച ജീവിതം ആത്മോപദേശ ശതകത്തിലൂടെ, ഗുരുകൃതികളിലൂടെ നമുക്ക് പങ്കുവെക്കുവാനായിട്ട്, അറിവുകൾ സമ്പാദിക്കുന്നതിനായിട്ട്, അത് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഒരുക്കുന്ന എല്ലാ പരിപാടികളിലും, അതായത് കൃതികളിലൂടെയുള്ള ആ കടന്നു പോകലിൽ നമുക്കും ഭാഗഭാക്കാകാം. ഇതിന് അവസരമൊരുക്കി തന്ന നമ്മുടെ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയോട്, പ്രിയ ഗുരുഭക്തരോട് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.